സ്വർണത്തിന്റെയും വെള്ളിന്റെയും സക്കാത്ത്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം. സ്വർണം എന്ന് പറഞ്ഞാല് സ്വർണത്തില് സക്കാത്ത് നിർബന്ധമാകുന്നത് 85 ഗ്രാം സ്വർണം. 85 ഗ്രാം സ്വർണം ഒരു വർഷം ഒരാൾ ഉടമസ്ഥയിൽ ഉണ്ടെങ്കിൽ, അതോ അതിലധികമോ ഉണ്ടെങ്കിൽ അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 85 ഗ്രാം അല്ലെങ്കിൽ അതിലധികം സ്വർണം ഒരാൾ ഉടമസ്ഥയിൽ ഒരു വർഷമോ അതിലധികമോ നിലനിന്നാൽ ഒന്നു പോയാൽ കൊടുക്കേണ്ട, ഒരു കൊല്ലം നമ്മുടെ ഉടമസ്ഥയാണ്. ആഭരണത്തിന്റെ വേറെ കേട്ടോ, അത് പിന്നെ പറയും. ആഭരണത്തിൽ പെടൂല, അത് വേറെ പറയും. ആഭരണമല്ലാത്ത, ഹലാലായ ആഭരണമല്ലാത്ത, ഹറാമായ ആഭരണമാണെങ്കിൽ കൊടുക്കേണ്ടി വരും, കറാഹത്തായ ആഭരണമാണെങ്കിൽ കൊടുക്കേണ്ടി വരും. ഹലാലായ ആഭരണമല്ലാത്ത സ്വർണം പിന്നെ അത് ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഉടമസ്ഥയിൽ നിന്നാൽ, ഇപ്പൊ നമ്മളെ നാട്ടിൽ സാധാരണഗതിയിൽ ഇപ്പൊ എന്താണ്, സ്വർണ്ണ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ സ്വർണ്ണ കോയിൻസോ ഒക്കെ ചിലപ്പോൾ മോളെ കെട്ടിക്കാൻ വേണ്ടിട്ടോ മറ്റൊക്കെ ചിലപ്പോൾ വാങ്ങിച്ച ആളുകൾ ഉണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും സ്വർണം വെച്ചതുണ്ടെങ്കിൽ ആഭരണത്തിന്റെ പിന്നെ പറയാം. അതിൽ 85 ഗ്രാം, 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ആണല്ലോ ഒരു പവൻ പറഞ്ഞത്. അപ്പൊ 10.5 പവനും 1 ഗ്രാമും ഉണ്ടാവും. 10.5 പവൻ എന്നാ പൊതുവെ ആൾക്കാർ പറയാം. 10.5 പവൻ 1 ഗ്രാമും. അതിനേക്കാൾ കൂടുതൽ, അതോ അതിനേക്കാൾ കൂടുതലോ സ്വർണം ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, അതും ആഭരണം അല്ലാത്തതാണ്. വെള്ളി പിന്നെ ആഭരണം വളരെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഏതായാലും ആഭരണം അല്ലാത്തതാണ് ഈ പറഞ്ഞത്. 595 ഗ്രാം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരാൾ ഉടമസ്ഥയിൽ ഒരു വർഷം ഉണ്ടായാൽ അതിനും സക്കാത്ത് കൊടുക്കണം. ഇത് രണ്ടുമാണ് സ്വർണത്തിന്റെയും വെള്ളിന്റെയും സക്കാത്ത്. എത്രയാണ് കൊടുക്കേണ്ടത്? 2.5%, 40-1 അത്രയാണ് കൊടുക്കേണ്ടത്. സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണം തന്നെ കൊടുക്കണം. അതാണ് ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. വെള്ളിന്റെ സക്കാത്ത് ആണെങ്കിൽ വെള്ളി തന്നെ കൊടുക്കണം. അതാണ് ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇനി പൈസ കൊടുക്കാൻ നല്ല ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പ്രബലമല്ല. പ്രബലമായ അഭിപ്രായം അതാണ്. പിന്നെ ഇനി ആഭരണം. ആഭരണമാണ് ഇപ്പൊ ഇതിൽ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതി. ആഭരണം തന്നെ ആൾക്കാർ 10 പവൻ ആഭരണം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞു വരുത്താണ്. 10, 15 പവൻ, 12 പവൻ ആഭരണത്തിന് സക്കാത്ത് ഇല്ല. ഹലാലായ ഒരു ആഭരണത്തിനും സക്കാത്ത് ഇല്ല. ഹലാലല്ലാത്ത ആഭരണം ധരിക്കണമെങ്കിൽ ആ ധരിക്കൽ നിർത്തിയേക്കണ്ടേ ആദ്യം. ഹറാമായ രൂപത്തിൽ ആഭരണം കൊണ്ടെടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഹലാലായ ആഭരണമാണ് സക്കാത്തില്ല. ഏതാണ് ഹലാലായ ആഭരണം, ഏതാണ് ഹറാമായ ആഭരണം? പുരുഷന്മാർക്ക് സ്വർണം അനുവദനീയമല്ല. ഇപ്പൊ പുരുഷന്മാർ ആഭരണം ധരിക്കണമെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും, ഈ പറഞ്ഞ അത്ര ഗ്രാം ഉണ്ടെങ്കിൽ. കാരണം പുരുഷന്മാർക്ക് സ്വർണത്തിൽ നിന്ന് അനുവദനീയായത് പറഞ്ഞാല് മൂക്ക് പൊട്ടിയാൽ കഷ്ണം വെക്കാന്ന് പറയുന്നത്. അതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, കിതാബ് പറഞ്ഞൊരു ഉദാഹരണം പറയാം. അതുപോലെ വിരലിന്റെ ഒരു അറ്റം, വിരൽ ഒന്നായിട്ട് വെക്കാൻ പാടില്ല. വിരലിന്റെ ഒരു കഷ്ണം പൊട്ടി പോയ പുരുഷന്മാർക്ക് സ്വർണ്ണ വിരൽ വെക്കാം. പല്ല് പോയാൽ പുരുഷന്മാർക്ക് സ്വർണത്തിന്റെ പല്ല് വെക്കാം. ഇതൊക്കെയാണ് പുരുഷന്മാർക്ക് സ്വർണത്തിൽ അനുവദനീയായത്. ഇതല്ലാത്ത ആഭരണങ്ങളൊന്നും പുരുഷന്മാർക്ക് പറ്റൂല. ഈ അതല്ലാത്ത പുരുഷന്മാരുടെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ, പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരാണ് കേട്ടോ. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കാണെങ്കിൽ സ്വർണത്തിന്റെ ആഭരണം അനുവദനീയാണ്. ആൺകുട്ടികളാണെങ്കിലും, ആൺകുട്ടിയാണെങ്കിലും പുരുഷന്മാരെന്ന് അറിയില്ല, കുട്ടികൾക്ക് സ്വർണത്തിന്റെ ആഭരണം അനുവദനീയാണ്. അതിന് സക്കാത്ത് കൊടുക്കണ്ട. വകതിരിവാണിന് മുമ്പ് അനുവദനീയാണ്. അപ്പൊ വകതിരിവായാലും അവർക്ക് അനുവദനീയം തന്നെയാണ്. സ്വർണ്ണ പ്രായപൂർത്തിയാണവർക്ക് അനുവദനീയമുണ്ട്, ഹറാമില്ല എന്നർത്ഥം. അപ്പോ ഈ കുട്ടികൾക്ക് അല്ലാത്ത പുരുഷന്മാർ, പ്രായപൂർത്തിയായ ആൾക്കാർക്ക്, പുരുഷന്മാർക്ക് ആഭരണം ഉണ്ടെങ്കിൽ അതൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇനി സ്ത്രീകൾക്കുള്ള ആഭരണമാണെങ്കിൽ അവർക്ക് ഭംഗിയായി പരിഗണിക്കപ്പെടുന്നതൊക്കെ അനുവദനീയാണ്. അത് ഇട്ടാ അവൾക്കൊരു ഭംഗി എന്ന് പറയും, അതൊക്കെ അനുവദനീയാണ്. അല്ലാത്തത് ഹറാമാണ്. അല്ലാതെ ഹറാമല്ല, അല്ലാത്തത് കറാത്താണ്. അത് ഓവറാകുമ്പോഴാണ് ഹറാമാണത്. 3 നിയമമാണുള്ളത്. ഉദാഹരണം പറയാതെ, അതാണ് ഒരു തിരിയായി കണ്ടാണ് വിഷയം. അതായത് ആഭരണം എന്ന് പറയുന്നത് ഭംഗിക്ക് വേണ്ടിയാണ് സ്ത്രീകൾക്ക് അനുവദനീയമായത്. ആഭരണത്തിന്റെ സ്വർണത്തിന്റെ ചെരുപ്പ് അവർക്ക് അനുവദിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർണത്തിന്റെ കിരീടം അനുവദനീയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതും സ്വർണത്തിന്റെ സ്ത്രീകൾക്ക് അനുവദിയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾ അവഗണിച്ചു എന്നാ പറയുന്നത്. സ്ത്രീകൾക്ക് കൊടുത്ത ആനുകൂല്യത്തിനെ കുറിച്ച് നമ്മളെ അവഗണിക്കാൻ പോവാണ്. ഇതൊക്കെ സ്ത്രീകൾക്ക് അനുവദനീയാണ്. അവർക്ക് സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ അനുവദനീയമാണ്. ഇനി ഒരു ആഭരണം അത് ഭംഗിയായി ആളുകൾ പറയില്ല, അതൊരു ഭംഗിയില്ല, അഭംഗിയാണെന്ന് പറഞ്ഞ ആഭരണമാണ്, എന്നാൽ അത് കറാഹത്തായിട്ട് വരും. അപ്പൊ അത് എത്ര പവനാണ്? പവൻ പറയാൻ പറ്റൂല. ആഭരണത്തിനനുസരിച്ച് കൊണ്ട് വ്യത്യാസപ്പെടും. ഇത്ര
പവൻ ആഭരണം എന്നുള്ളതല്ല, ആഭരണങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത് വ്യത്യാസപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 100 പവൻ ഒരു സ്ത്രീക്കുണ്ട്. അതിൽ കുറച്ച് മാലയാണ്, കുറച്ച് വളകളുണ്ട്, കുറച്ച് പാദസാരുണ്ട്. ഇതൊക്കെ പാടെ ഒരു സ്ത്രീ ഇട്ട് കഴിഞ്ഞാല് അത് ഭംഗിയാണ്, അത് സക്കാത്ത് കൊടുക്കണ്ട. അതേ സമയത്ത് ഒരു 100 പവന്റെ ഒരു മോതിരം ഉണ്ടാക്കി കൈമലിട്ട് നോക്കി, 100 പവന്റെ മോതിരം ഉണ്ടാക്കി എന്താ ഉണ്ടാകുക? അത് എന്തൊക്കെയോ ഒരു വികൃതായിട്ടല്ലേ തോന്നുക, അതിന് സക്കാത്ത് കൊടുക്കും വേണം. അപ്പൊ 100 പവന്റെ മോതിരത്തിന് സക്കാത്ത് കൊടുക്കും വേണം, 100 പവൻ പലയാതി ആവരണം നമ്മൾ സക്കാത്ത് കൊടുക്കും വേണ്ട. അപ്പൊ പവനല്ല വിഷയം, ഭംഗിയായി പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. മനസ്സിലായില്ലേ? ഈ സാധനം ഭംഗിയായി പരിഗണിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം. ഉദാഹരണത്തിന് കിതാബിൽ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം, ഹറാമായതിന് കിതാബിൽ പറഞ്ഞ ഒരു ഉദാഹരണം. 200 മിസ്കാലുള്ള 2 പാദസാരങ്ങൾ അത് ഹറാമാണ്. 200 മിസ്കാൽ, 200 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 106 പവൻ ചില്ലറ ഉണ്ടാവും. 2 പാദസാരം, ഒരു പാദസാരം എത്ര ഉണ്ടാവും? 53 പവന് ചില്ലറ ഉണ്ടാവും. അത് ഹറാമായ ആഭരണമാണ്. അത് ഒലബത്തുൽ ഇസ്രാഫാണ്, കൂടുതൽ ഇസ്രാഫ് എന്ന് പറയും. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞു വെക്കാം, 106 പവൻ. 2 പാദസാരത്തിന് മാത്രമേ പറഞ്ഞു കേട്ടോ. ആ 2 പാദസാരം 106 പവനൊന്നുമില്ല, ഒരു 80, 85, 90 ഒക്കെ ഉള്ളു നോക്കാം. എന്നാലും അത് ഹറാമില്ലെങ്കിലും ഇസ്രാഫ് ഉണ്ട്, അത് കറാത്താണ്. അപ്പൊ ഒരു 50 പവനാണെങ്കിലോ അപ്പൊ അതിന് ഇസ്രാഫും ഇല്ല, ഒലബത്തുൽ ഇസ്രാഫും ഇല്ല. അപ്പൊ ഒരു പാദസാരം 25 പവൻ, മറ്റേ പാദസാരം 25 പവനും. അങ്ങനെ പാദസാരം ഇട്ടാൽ അതിൽ കറാത്തും വരുന്നില്ല, ഹറാം വരുന്നില്ല, സക്കാത്തും കൊടുക്കണ്ട. ഒരു പാദസാരത്തിന്റെ പറഞ്ഞത്. അപ്പൊ വളയാണെങ്കിൽ എത്ര വളണ്ട? ഇനിയിപ്പോ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ നമ്മള് ജ്വല്ലറിന്റെ പരസ്യപ്പലക ഉണ്ടാവുമല്ലോ, പരസ്യത്തിന്റെ ഫ്ലക്സ് ബോർഡ്, അയിമപ്പോ ഏതായാലും ഭംഗിക്കാണല്ലോ ആ ഫോട്ടോ കൊടുക്കണേ. ആ ഭംഗിയായിട്ട് ഫോട്ടോ കൊടുക്കൂലല്ലോ ജ്വല്ലറിക്കാര്. ആ പെണ്ണിന്റെ മേത്ത് എത്ര സ്വർണ്ണം ഉണ്ടാവും? ജ്വല്ലറിന്റെ പരസ്യപ്പലകം ഒരു പെണ്ണുണ്ടാവൂല, പെണ്ണിന്റെ മേത്ത് കുറെ സ്വർണ്ണം ഇട്ടുണ്ടാവൂല, പല ജാതി. ഇതിപ്പോ ഭംഗിക്ക് കൊടുക്കണമെന്ന് ഉറപ്പല്ലേ, ഭംഗിയായി അംഗീകരിക്കപ്പെടാം. അതിന് എത്ര പവൻ ഉണ്ടാവും? അപ്പൊ അതുകൊണ്ട് പവൻ നോക്കിയിട്ട് ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊണ്ടുവരികയും നമ്മൾ ആളുകളെ പലരുടെയും തലയിൽ കയറുകയും ചെയ്ത് ഈ ആശയം ഇസ്ലാമികല്ല, അങ്ങനൊന്നുമില്ല. അതിന് സക്കാത്ത് കൊടുക്കണ്ട. ആ അനുവദനീയമായ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ട. ഇനി ആർക്കെങ്കിലും അവന്റെ അനുവദനീയം എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ആ ആഭരണം ഒഴിവാക്കുമാണല്ലോ, സക്കാത്ത് കൊടുത്താൽ മാത്രം മതിയോ? ഈ കറാത്തായിട്ടും ഹറാമായിട്ടും ആഭരണം ധരിക്കാൻ പാടുണ്ടോ? അത് പോലും അറിയില്ല. സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. 10 പാടണമെങ്കിൽ 12 പാടണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നറിയും. എന്നാൽ അത് ഒന്നുകിൽ കറാത്തിൽ പെടണം, അല്ലെങ്കിൽ ഹറാമിൽ പെടണം. അങ്ങനെയാണ് ആഭരണം ഒഴിവാക്കണം എന്ന് കൂടി പറയണ്ടേ? ആഭരണം ധരിക്കരുതല്ലോ. അപ്പൊ ഈ ആഭരണത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഇതിന് ഒരർത്ഥമില്ല. അപ്പൊ ഇത് സക്കാത്ത് കൊടുക്കണം ധരിച്ചു വെച്ച ആളുകൾ കൂടി അത് തിരുത്തേണ്ടതാണ്. സക്കാത്ത് കൊടുക്കണ്ട, സക്കാത്ത് കൊടുക്കണ്ടാത്ത നമ്മൾ സക്കാത്ത് നിയത്ത് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഉണ്ടാകുന്ന ഒരു ആഭരണം എന്ന് പറഞ്ഞത് നമ്മളെ 2-3 സംഗതി. ഒന്ന് ലോക്കറിൽ വെക്കുന്ന ആഭരണം ഉണ്ടാവും. ചിലര് ആഭരണം ഇക്കാരം വെച്ചത് ലോക്കറിലേക്കാരം. ചിലത് പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും, വീട്ടിൽ തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഉപയോഗിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആഭരണങ്ങൾ ഉണ്ടാവും. പിന്നെ പണയം വെച്ച ആഭരണങ്ങൾ ഉണ്ടാവും, പൊട്ടിയ ആഭരണം ഉണ്ടാവും. ഈ 3-4 ആഭരണങ്ങൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടാവും. ഒന്ന് ലോക്കറിൽ വെക്കുന്ന ആഭരണം. ലോക്കറിൽ നമ്മൾ വീട്ടിൽ നിന്ന് കള്ളമാര് കാരണം വിചാരിച്ചിട്ടാണ് ലോക്കർ ഉണ്ടായിക്കൊണ്ടാകുക. അപ്പൊ ലോക്കർ കൊണ്ടുപോയി വെക്കുമ്പോ നമ്മുടെ ഉദ്ദേശം എന്താണ്? അതാണ് അവിടെ നോക്കേണ്ടത്. ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ആവശ്യം ഉണ്ടാവും, അപ്പുറത്ത് ധരിക്കാം എന്നാണ്. ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല, ധരിക്കാം എന്ന് കരുതിയിട്ടാണ് വെക്കണത് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ അങ്ങനെ വെക്കൽ കുറവായിരിക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യം എടുത്ത് വിൽക്കാന്നോ അല്ലെങ്കിൽ വേറെ ആവശ്യത്തിന് ഭൂമി ആകാന്നോ അതിനൊക്കെ വേണ്ടി കൊണ്ടുപോയിക്കണമെങ്കിൽ സക്കാത്ത് കൊടുക്കുവാണ്. അപ്പൊ അത് ആഭരണം എന്ന പരിധിയിൽ വിട്ടു. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ലോക്കറിൽ വെക്കുന്നത്? ഇനി വീട്ടിലെടുത്ത് വെച്ചാലും അങ്ങനെ തന്നെ. 50 പവനുണ്ട്, പക്ഷെ ഒരു 10 പവനൊക്കെ ധരിക്കുള്ളൂ, ബാക്കി 40 പവനും അവിടെ അൾമറ വെച്ചിരിക്കാണ്. എന്തിനു വെച്ചിട്ടുണ്ട്? അത് ഇനി എന്തെങ്കിലുമൊക്കെ കല്യാണത്തിന് പോകുമ്പോഴോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ധരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാറി മാറി ധരിക്കാം എന്ന് വിചാരിച്ചു വെച്ചാണെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട. അതല്ല, ഇത് നമുക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വരെ വീടുണ്ടാക്കുന്ന സമയത്തിന് എടുത്ത് വിൽക്കാം എന്നാണ് ഉദ്ദേശമെങ്കിലോ അതിന് സക്കാത്ത് കൊടുക്കുവാണ്. അപ്പൊ ആഭരണം എന്ന പരിധിയിൽ നിന്ന് പോയി. അത് നമ്മൾ നിയ്യത്തിനനുസരിച്ച്, നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് മാറുന്ന അർത്ഥം. ആഭരണം എന്ന പരിധിയിൽ നിന്ന് പോകലും പോകാതിരിക്കലും അങ്ങനെ. ലോക്കറിൽ വെച്ചാലും വീട്ടിൽ വെച്ചാലും അങ്ങനെ ഉണ്ടായി. പണയം വെച്ചതാണെങ്കിൽ അങ്ങനെ തന്നെ. പണയം വെച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ധരിക്കാം. തൽക്കാലം പണം വെച്ചു എന്നുള്ളെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. അതല്ല, പണയം വെച്ച ഒരു സ്വത്ത് എന്നുള്ള അർത്ഥത്തിന് പണയം വെച്ചാണെങ്കിൽ സക്കാത്ത് വേണം. ഇനി മറ്റൊന്നുണ്ടാകുന്ന നേരത്തെ പറഞ്ഞത് പൊട്ടിയ ആഭരണങ്ങൾ ഉണ്ടാവും.
പൊട്ടിയിട്ട് കേടുന്നതിന് ചെറിയ പൊട്ട് പറ്റിയിട്ടാണ് അവിടെ എടുത്തുവെച്ചിരിക്കണം. എന്തിനാണ്? അത് വിളക്കി നന്നാക്കിയിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തിൽ വെച്ചതാണ് എങ്കിൽ അത് സക്കാത്ത് കൊടുക്കണ്ട. അതേപോലെ അത് ഏതായാലും പൊട്ടിയാണ്, ഇനി അത് നമുക്ക് ഉരുക്കിയിട്ട് വേറെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ആഭരണത്തിന്റെ പരിധിയിൽ പോയിട്ടോ. ഉരുക്കാൻ വെച്ചാണെങ്കിൽ ആഭരണത്തിന്റെ പരിധിയിൽ പോയാൽ വിൽക്കുകയോ ഉരുക്കുകയോ ചെയ്തിട്ട് മാറ്റാന്നതാണ്. വിളക്കി നന്നാക്കാം എന്നതാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട, നന്നാക്കി ഉപയോഗിക്കാം എന്നാണെങ്കിൽ. അതല്ല അതിന് ഏതായാലും പൊട്ടി പൊളിക്കില്ല, നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് ഉരുക്കി വേറെ എന്തെങ്കിലും ആക്കാം എന്ന് കരുതി എടുത്തു വെച്ചതാണെങ്കിൽ അത് ഈ 10 ഗ്രാം കൊണ്ട് 85 ഗ്രാമിലധികം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ അവസ്ഥ ഉണ്ടായ. ഇപ്പൊ മൊത്തത്തിൽ പിന്നെ ഇതാണ് സ്വർണത്തിന്റെ അവസ്ഥ. പിന്നെ ഇനി എന്തെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ വെള്ളിയും കൂടി അതിന് കൊടുത്തില്ല തന്നെ പറയാം അല്ലേ? ഈ പണയം വെച്ചതേ വസ്തു നമ്മൾ പണയം വെച്ചതാണെങ്കിൽ ഇത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കൽ എന്ന് പറഞ്ഞത് പാടില്ലാത്ത, പലിശക്ക് പണയം വെക്കൽ പാടില്ലാത്ത മറ്റൊരു വകുപ്പാണ്ടോ, അത് നമ്മളെ ചർച്ചയിൽ വരാത്തോണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല. പക്ഷെ പണയം വെച്ച സ്വർണം അത് ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ സക്കാത്ത് അതിന് കൊടുക്കേണ്ടിയില്ല. അതേ സമയത്ത് നമ്മൾ പണയം വെച്ചിരിക്കുകയാണ്, അത് ഒഴിവാക്കാനാണ്, പിന്നെ നമ്മൾ സ്വത്തായിട്ട് വെച്ചാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അത് സ്വത്തായിട്ട് വെച്ചാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. പണയം വെച്ച സാധനത്തിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് കിതാബിൽ പറയാം. അത് സ്വർണ്ണം എന്നല്ല, ഏത് സാധനമാണെങ്കിലും നമ്മൾ സക്കാത്ത് നിർബന്ധമായ സാധനം പണയം വെച്ചാൽ പണയം വെച്ച സാധനം എന്തിനുള്ളതാണ്? നമ്മൾ തന്നെയാണ്, അത് വലുതല്ല, പണയം വെച്ച ആൾ തന്നെയാണ് അത്. പിന്നെ ഇവൻ അഥവാ തിന്നിട്ടില്ലെങ്കിൽ ഖാദി മുഖാന്തരം അത് വിൽപ്പന നടത്തുകയും എന്നിട്ട് അവന്റെ പൈസ എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തരുകയും ചെയ്യാന്നാണ് നമ്മളെ പണയം. സെറ അനുവദിക്കുന്ന പണയം അതാണ്. ഖാദി മുഖാന്തരം അത് വിൽക്കുക. കാരണം ഓൻ വിറ്റാൽ ചിലപ്പോൾ അതിൽ വഞ്ചനയുടെ തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ ഖാദി മുഖാന്തരം അത് വിൽക്കുകയും എന്നിട്ട് വിറ്റിട്ട് ആ കടത്തിന്റെ പൈസ കൊടുത്തിട്ട് ബാക്കി നമുക്കത് തിരിച്ചു വരും ചെയ്യാം. ഇതാണ് പണയം തന്നെ സാറേ. അങ്ങനെ പണയം വെച്ച സാധനമാണെങ്കിൽ അതിന് ടൈം ആണതിന് മുമ്പ് നമ്മൾ തന്നെയാണ് ടൈമായി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ തന്നെയാണ് സക്കാത്ത് കൊടുക്കണം എന്നർത്ഥം. പണയ സാധനത്തിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആഭരണം ആകുമ്പോൾ ആഭരണമായിട്ടാണോ അല്ല എന്നുള്ള ചിന്ത വരും. അതാണ് ഇപ്പൊ ഞാൻ വിശദീകരിച്ചത്. ശരിയല്ലേ? ഓക്കെ. പിന്നെ വെള്ളിയാണ്. വെള്ളി ഇപ്പൊ തോന്നുന്നു നമ്മളടുത്ത് ഉണ്ടാവില്ല. ചിലപ്പോ പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങളത്തെ അരിഞ്ഞാളും മറ്റൊക്കെ അതാണെങ്കിൽ ആഭരണമാണ്. അല്ലാത്ത വെള്ളി ഉണ്ടായിക്കോളാമെന്നില്ല. എന്താ അറിയില്ല, വെള്ളിക്കുമ്പോ വില കുറച്ചൊക്കെ ഉള്ള കാലാണല്ലോ. 595 ഗ്രാം അല്ല അതിലധികമോ വെള്ളി ഉണ്ടെങ്കിൽ അതിന് 2% സക്കാത്ത് കൊടുക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഹലാലായ ആഭരണമാണെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട. വെള്ളിയും പുരുഷന്മാർക്ക് ഹറാമന്നെ ഉണ്ട്. ഇപ്പൊ കുറെ ചെറുപ്പക്കാരൊക്കെ വെള്ളിന്റെ മാലി ഇതൊക്കെ കൊണ്ട് കൈമ കെട്ടിട്ടുണ്ട്, കൗത്തിലിട്ടുണ്ട്. ഓരിപ്പോ വെള്ളി അനുവദനീയാന്നുള്ള ചിന്താഗതിയിലാണ്. വെള്ളിയിൽ നിന്ന് പുരുഷന്മാർക്ക് അനുവദനീയമായി നേരത്തെ പറഞ്ഞുണ്ടല്ലോ, ആ മൂക്ക് അതുപോലെ വിരലിന്റെ തലതൊക്കെ പറ്റും. അതിന്റെ പുറമെ വെള്ളിന്റെ മോതിരം കൂടി അനുവദനീയാണ്. സ്വർണത്തിന്റെ മോതിരം പുരുഷന്മാർക്ക് പറ്റൂല, പക്ഷെ വെള്ളിന്റെ മോതിരം അനുവദനീയാണ് മാത്രമല്ല അത് സുന്നത്തും കൂടിയാണ്. ചെറിയ വിരലിട്ടാണെങ്കിൽ സുന്നത്താണ്, 2 ചെറുവിരലിട്ട സുന്നത്താണ്, വലുത്താക്കിന്റെ അഫ്ളൽ. അത് വേറെ മസല, മോതിര മസലേക്ക് ഞാൻ പോണില്ല. അപ്പൊ അതേതായാലും അത് അനുവദനീയമാണ്. അതല്ലാത്ത വെള്ളിയൊന്നും പുരുഷന്മാർക്ക് അനുവദനീയല്ല. വെള്ളിന്റെ മാലടലും കൈമേൽ ചെയിൻ കെട്ടലൊന്നും അനുവദനീയല്ല. അതൊക്കെ കെട്ടിയാലും സക്കാത്ത് കൊടുക്കേണ്ടി അർത്ഥം. പക്ഷെ അത് 595 ഗ്രാമോ അതിനേക്കാൾ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനാണ് സക്കാത്ത് നിർബന്ധം. അതാണ് വെള്ളിന്റെ. ഇനിയിപ്പോ ഈ ബാക്കി പറഞ്ഞ വിഷയങ്ങളൊക്കെ അതിനും ബാധകമാണ്. അത് ഇനി വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വർണം 20 മിസ്കാൽ അഥവാ 85 ഗ്രാം സ്വർണം ഒരാളുടെ ഉടലിൽ അത് നിലനിൽക്കുകയും ചെയ്താൽ അതിൻ്റെ 2.5% കൊടുക്കണം. 85 ഗ്രാമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ, 85 ഗ്രാം 15 പവൻ 20 പവൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. എന്നാൽ ആഭരണത്തിന് ഇത് ബാധകം അല്ല. ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല. ഹലാലായ ആഭരണങ്ങൾക്കൊന്നും സക്കാത്ത് ഇല്ല എന്ന് നമ്മുടെ ഫുഖാഹ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കറാഹത്തോ ഹറാമോ അതിൻ്റെ പരിധിയിലേക്ക് വരുന്ന ആഭരണങ്ങൾക്ക് മാത്രമാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളിയോ അതിലധികം വെള്ളിയോ ഒരാളുടെ ഉടമസ്ഥയിലുണ്ടെങ്കിൽ അതിൻ്റെയും 2% സക്കാത്ത് നിർബന്ധമാകും. അതും ആഭരണമല്ലാതിരിക്കുമ്പോഴാണ്. ഇനി ഒരാൾക്ക് ആഭരണം തന്നെ ഉണ്ട് ഒരാളുടെ കയ്യിൽ, പക്ഷേ ആ ആഭരണങ്ങൾ ഈ ചോദ്യത്തിൽ ഒരു പുതിയ ചോദ്യത്തിൽ വന്നതുപോലെ സ്ത്രീകൾക്ക് 10.5 പവനിലധികം ആഭരണം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ധരിക്കുന്നതോ ധരിക്കാത്തതോ ആയ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി പറയാം. ധരിക്കാൻ വേണ്ടി വെച്ചതോ അല്ലെങ്കിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. അത് 10 പവനെന്നല്ല, 20 30 ഒക്കെ പവനാണെങ്കിലും നിർബന്ധമാവുകയില്ല. പവനിൻ്റെ പുരുഷന്മാർക്ക് അവരുടെ പല്ല് വേണമെങ്കിൽ വെക്കാം, അങ്ങനെയുള്ള ചിലതൊക്കെ വെക്കാം. അല്ലാതെ ആഭരണം സ്വർണത്തിൻ്റെത് പുരുഷന്മാർക്ക് അനുവദനീയമല്ല. വെള്ളിയാണെങ്കിൽ അവർക്ക് വെള്ളിയുടെ മോതിരം സുന്നത്തും അനുവദനീയമൊക്കെയാണ്. അതല്ലാത്ത ആഭരണങ്ങൾ ഭംഗിയായി പരിഗണിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്കുണ്ടാകുമ്പോൾ അത് കറാഹത്താകുന്നു. അത് വളരെ അമിതമായാൽ അത് ഹറാമുമാകും. എന്നാൽ പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് ഒരു 100 പവൻ ആഭരണമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക.
അത് കുറേ അവരുടെ കഴുത്തിൽ മാലയായി, വളയായി, കാതിലായി, അതുപോലെ തലയിലായി, പാദസാരമായി, ഇങ്ങനെയുള്ള പല ആഭരണങ്ങളായി 100 പവൻ ആഭരണം ഒരു സ്ത്രീ അണിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു ഭംഗിയായി തന്നെയാണല്ലോ നമ്മൾ പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അതിന് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. എന്നാൽ ഒരു സ്ത്രീ ഒരു 100 പവൻ്റെ ഒറ്റ വള അല്ലെങ്കിൽ ഒരു 50 പവൻ്റെ ഒരു മോതിരം, 50 പവൻ കൊണ്ട് ഒറ്റ മോതിരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഭംഗിയല്ല, അത് അഭംഗിയായി പരിഗണിക്കപ്പെടുക. അങ്ങനെ വരുമ്പോൾ അതിന് സക്കാത്ത് വരികയും ചെയ്യും. അപ്പോൾ പവൻ പരിഗണിച്ചുകൊണ്ടല്ല, ഈ ആഭരണം ആ സ്ത്രീക്ക് ഭംഗിയായി പരിഗണിക്കുകയോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടാണ് അതിന് സക്കാത്ത് നിർബന്ധമാവുക. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കൊന്നുമുള്ള ആഭരണങ്ങൾ 50 or 100 പവൻ ഉണ്ടെങ്കിലും അതൊക്കെ ഭംഗിയായി പരിഗണിക്കപ്പെടുന്ന രൂപത്തിലായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. ഇനി ചില സ്ത്രീകൾ അത് ധരിക്കാതെ, ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ധരിക്കാതെ വെച്ചതുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നോക്കണം. ആവശ്യം വരുമ്പോൾ എടുത്ത് ധരിക്കണം എന്നാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് ലോക്കറിൽ വെച്ചതാണെങ്കിലും എവിടെ വെച്ചതാണെങ്കിലും ആവശ്യമാകുമ്പോൾ ധരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവർക്ക് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അതേ സമയത്തിൽ നമുക്ക് വീട് പണിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എടുത്ത് വിൽക്കാം എന്ന ഉദ്ദേശത്തിൽ വെച്ചതാണെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമാവുകയും ചെയ്യും. അതുപോലെ കേടുവന്ന ആഭരണങ്ങൾ ഉണ്ടാകും. കേടുവന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ കേടുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പൊട്ടലുകളെ പറ്റി ഒന്ന് വിളക്കിയാൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ അത് വിളക്കി ഉപയോഗിക്കണമെന്ന് ഉദ്ദേശിച്ച് വെച്ചതുമാണെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ ഇനി അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല, ഇനി ഉരുക്കി പുതിയതായി വാർത്തുണ്ടാക്കേണ്ട അവസ്ഥയാണുള്ളത് എങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമാകും. അതുപോലെ തന്നെ അത് ചെറിയ പൊട്ടുള്ളൂ എങ്കിലും ഇനി നമുക്കത് വിൽക്കാം അല്ലെങ്കിൽ മറ്റു വല്ലതിനും എടുക്കാം എന്ന് കരുതി മാറ്റിവെച്ചതാണെങ്കിൽ അവിടെയും സക്കാത്ത് നിർബന്ധമാകും. ഇതാണ് ആഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മസലകൾ. ആഭരണമായി ഉപയോഗിക്കാനും മകളെ കല്യാണം വരുമ്പോൾ വിൽക്കാനും എന്ന 2 ഉദ്ദേശവും ഉണ്ടെങ്കിൽ എന്താണ് മസല എന്നാണ്. ഇപ്പോൾ ആഭരണമായി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി അത് മകളുടെ കല്യാണം വരുമ്പോൾ അതിലേക്ക് നീക്കുമ്പോൾ മാത്രമേ അത് മാറുന്നുള്ളൂ. മകൾക്ക് ആഭരണമായിട്ടാണ് വെക്കുന്നതെങ്കിൽ സക്കാത്ത് നിർബന്ധമാവുകയും ഇല്ല.